ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ജ്യൂസായിട്ടാണ് വന്നത്. ജ്യൂസല്ല, ഒരു ഷെയ്ക്ക്. നിങ്ങൾ മുസമ്പി ഈ രീതിയിൽ ഒരിക്കലും നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഫാമിലിയിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് പ്രോസസ്സിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാനൊരു 4 മുസമ്പിയാണ് എടുത്തത്. അപ്പോൾ ഈ മുസമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ മുസമ്പ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തോല് നമ്മൾ ഒരുപാട് കത്തി വെച്ചിട്ടിങ്ങനെ എന്താ പറയേണ്ടത്, മുറിച്ച് കളയരുത്. അന്നേരം പിന്നെ മുസമ്പിക്ക് കയപ്പടിക്കും. എനിക്ക് മുന്നേ പറ്റിയൊരു അബദ്ധമാണ്. അന്നേരം എനിക്കിത് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ എന്താ പറയുക, അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ മുസമ്പിയിലെ തോൽ ഇങ്ങനെയാണ് കളയേണ്ടത്. 4 ഭാഗത്ത് ഒരു കീറൽ കൊടുത്തിട്ട്, അല്ല 2 ഭാഗത്ത് ആ കീറൽ കൊടുത്തിട്ട് പൊളിച്ച് കളയാൻ വേണ്ട. അല്ലാണ്ട് നമ്മളിപ്പോൾ കത്തി കൊണ്ട് ചെത്തിക്കളയുന്നതാണെങ്കിൽ ഈ മുസമ്പിയിൽ ഈ കത്തീൻ്റെ ഇത് തട്ടുമ്പോൾ കയപ്പ് വരും. പിന്നെ എന്ന് വെച്ചാൽ മുസമ്പീൻ്റെ കുരു, എത്ര കുരു ഉണ്ടോ അത് തിച്ചും കറക്റ്റായിട്ട് എടുത്ത് പുറത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ കഴിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. അധികം ഞാൻ പറഞ്ഞില്ലേ, കത്തിയോട് അധികം മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടെല്ലാം വെക്കുമ്പോൾ കയ്പ്പ് വരും. മുസമ്പിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കുരു ഇങ്ങനെ കാണും. അത് നമ്മൾ എടുത്തിട്ട് കളയണം. കണ്ടോ, ആ എല്ലാത്തിനെയും കുരു കളഞ്ഞിട്ട് കുരു കളഞ്ഞിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ നടുക്കുള്ള കട്ടിയുള്ള തോല് കണ്ടോ, അതും കൂടെ കൂട്ടത്തിലൊന്ന് ചെത്തിക്കളഞ്ഞാൽ കൊള്ളാം. അപ്പോൾ നമ്മൾക്കിതൊന്ന് റെഡിയാക്കിയിട്ട് വരാം അല്ലേ. അപ്പം ഞാനിപ്പോൾ ഒരു മുസമ്പി ഇങ്ങനെ വൃത്തിയാക്കുന്നതാണ് കാണിച്ചത്. അതുപോലെ കുരു കളഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ പീസാക്കിയിട്ട് വെക്കുക. അതിന് ശേഷം ഞാൻ എല്ലാം പീസാക്കി വെച്ചു. അതിന് ശേഷം ഇത് ജാറിലിടുക. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള പണി നോക്കാം നമുക്ക്. അപ്പോൾ ഫുൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. കുറച്ച് വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിൻ്റെ അകത്ത് തന്നെ അടിയുമ്പോൾ വെള്ളം വരും. അപ്പോൾ അതിലൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി അടിച്ചാൽ മതി കണ്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് അരിച്ച് നല്ല ഫൈനാക്കിയിട്ട് വരുവാണ്. അതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻറ്റ് പറയാം കേട്ടോ. അപ്പോൾ അരിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം മിക്സീൻ്റെ ജാറ് ഒന്നും കൂടെ വേണം. മിക്സീൻ്റെ ജാറിലേക്ക് ഈ അരിച്ച് വെച്ച ജ്യൂസ് ഒഴിക്കുക.
അതിന് ശേഷമാണ് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് സാമ്പിൾ ഒന്ന് അടിച്ചു നോക്കിയിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ഒന്നും കൂടെ ചെയ്യലാണ്. അപ്പോൾ ആ ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ വേണ്ടുന്നത് പാലാണ്. അപ്പോൾ നിങ്ങൾ പാല് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തണിഞ്ഞ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്, ഞാൻ കട്ടയാക്കാൻ വെച്ചില്ല. അപ്പോൾ പാല് ഞാനൊരു 2 ഗ്ലാസ്സോളം പാല് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ച ഈ മുസമ്പി അരിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഗ്ലാസ് കൂടെ പാല് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3-4 സ്പൂണ് പഞ്ചസാര നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാരയും ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മിക്സിയിലിട്ട് കറക്കുക. പാല് കട്ടയാക്കിയ പാലാണെങ്കിൽ നല്ലതാണ് കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള മുസമ്പി ഷേക്ക് റെഡിയായി. അപ്പോൾ ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരിക്കലും മുസമ്പി ഇങ്ങനെ പാൽ ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഷേക്ക് ആക്കിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അധികം ആരും ചെയ്യാത്തതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അസാധ്യ ടേസ്റ്റാണ്. ഈ മിൽമേൻ്റെയൊക്കെ ഷേക്കുകൾ ഉണ്ടാവില്ലേ, 30 രൂപേൻ്റെ കുപ്പിയിൽ കിട്ടുന്ന, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.